കത്തിച്ചു തന്നിരുന്നു. ഞാൻ അടക്കമ പെട്ട്. എന്താ തീ പിടിപ്പിച്ചാ? ആ ഞാൻ തീ പിടിച്ചുമാ. ഞാനത് കത്തിച്ചു തരാന്ന് പറഞ്ഞാണ്. അപ്പം ഞാൻ അടക്കമ പെട്ട്. അത് കുഴപ്പമില്ല. പിന്നെ എന്താന്ന് നമ്മക്ക് കറിക്ക് കിട്ടി? കറിക്ക് ബീഫാണ്. മീൻ കിട്ടിയില്ലേ? ഇന്ന് മീനില്ലമ്മ, ബീഫാണ്. പിന്നെ ആ കുട്ടികൾ വന്ന് നിരോധിച്ചാൽ എന്ത് കാട്ടുഞ്ഞി? ഏത് കുട്ടികള്? പൂച്ചക്കുട്ടികളൊക്കെ. പൂച്ചക്കുട്ടികൾ അവര് എവിടുന്നേലൊക്കെ പോയി തിന്നുമ്മാ. നമ്മളോടൊന്ന് കിട്ടുന്ന മാതിരി എവിടുന്നും കിട്ടൂല മോളെ. അത് എപ്പോഴില്ലല്ലോ, അത് എവിടെങ്കിലും അവരെല്ലാ വീട്ടിലും പോയിട്ട് തിന്നുണ്ട്. നിങ്ങക്ക് തോന്നണത് നിങ്ങൾ മാത്രം കഴിക്കാൻ കഴിക്കൂല, അതുകൊണ്ടാണ് പറയുന്നത്. അതിപ്പോ പിന്നെ എന്താ ചെയ്യാ, ഇത് വേവിച്ചിട്ട് കൊടുത്തോക്കാ. പിന്നെ നോക്ക, ചോറും കൊടുത്തോക്കട്ടാ. അവരെല്ലായിടത്തും ഞാൻ നോക്കുമ്പോ ആ വീട്ടിലൊക്കെ അവരുണ്ടാവലുണ്ട്. ബീഫ് നമുക്ക് കിട്ടിയതല്ലേ, എന്നാ നമുക്ക് ചക്കക്കുരുട്ടോളി. ചക്കക്കുരു ഇട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എപ്പോഴും കിട്ടണല്ലോ നമുക്ക് ചക്കക്കുരു, അപ്പൊ ടേസ്റ്റ് ഉണ്ടാവും. ചക്കക്കുരു ഒക്കെ ഇഷ്ടം പോലെ കിട്ടും. ചക്കക്കുരു ഇവിടെ ഉണ്ട്. ചക്കക്കുരു ഇടുമ്പോഴേ അത് ഒപ്പിടുക ചെയ്യാ. പിന്നെ എന്താണാവോ മോളെ, ഇതിനൊരു കാര്യണ്ട്. ഈ ചക്കക്കുരു വേഗം വേണാണെങ്കിൽ എന്നാ ഒന്ന് തിളച്ചിട്ടിട്ടോളിഞ്ഞ് ഇറച്ചി തിളച്ചിട്ടില്ലേ. എല്ലാരും കലങ്ങി പോയെങ്കിൽ എന്താ ചെയ്യാ? അതാണ് ഞാൻ ചോദിക്കണേ. അപ്പൊ ചക്കക്കുരു ഒപ്പിട്ടാ. അത് പക്ഷെ വേവുള്ളതെന്ന് അറിയില്ല. അപ്പൊ വേവില്ലാത്തതാണെങ്കിൽ കലങ്ങി പോകും. ചക്കക്കുരു കലങ്ങി പോകും. അപ്പൊ നമുക്ക് കിട്ടൂല. അങ്ങനെ ചെയ്തോ. പിന്നെ ഇഞ്ചും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കുറച്ചധികം കിട്ടാടാ. നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം കറി വെച്ചാൽ. എന്നിട്ട് ചക്കക്കുരു ഇടുമ്പോൾ അതിങ്ങനെ നിർത്തി വെച്ചിട്ട് കുത്തുക. ചക്കക്കുരുവിനെ ചക്കക്കുരു ഇങ്ങനെ നിർത്തി. ചക്കക്കുരു എന്തിനാ അങ്ങനെ കുത്തനെ വെച്ചിട്ട് കുത്തണേ? കുത്തനെ വെച്ച് കുത്തുമ്പോ അത് ചപ്പിളിപൊടി പോലെ ആവൂല, നല്ല വട്ടത്തിന് ആയി കിട്ടും. നിർത്തിയിട്ട് ഇങ്ങനെ കുത്തിയാല് മെല്ലെ കുത്താവുള്ളൂ, അവർക്കനെ കുത്തണ്ട. അപ്പൊ ചക്കക്കുരു നമ്മളിങ്ങനെ കെടുത്തി വെച്ച് കുത്തുമ്പോ അതിങ്ങനെ ചതങ്ങിക്കൊണ്ടിരിക്കും. ഇതാവുമ്പോ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് പോരും. തൊലി മാത്രമായിട്ട് കളഞ്ഞാൽ മതി. നോക്കാലോ. കുഞ്ഞേ, ഇതെന്താ സാധനം അറിയോ? ബീഫിന്റെ തലച്ചോറ് ഇങ്ങനെ. ഇത് വേറൊരു സാധന, വെള്ളറച്ചി. ഇതെന്താന്നറിയോ? പിന്നെ പൂങ്കരള്, നമ്മള് പാട്ടിലൊക്കെ പൂങ്കരള്. നല്ല ടേസ്റ്റ്. ഭയങ്കര ടേസ്റ്റാണ്. ഇതാണ് പൂങ്കരള്. റെഡ് കളറല്ലേ ഉണ്ടാവുക? കരളല്ലേ ഇത്. ഇതിന് ഇങ്ങനെ പറയാ, പൂങ്കരലെന്ന്. ഇനി ഇതിന് വേറെന്താ പറയാന്നറിയില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റ്. നമ്മളിങ്ങനെ ആയിപ്പോയി. നീറ്റുണ്ടാവില്ല, നമുക്കിത് ശീലായിപ്പോയി. ഭയങ്കര ടേസ്റ്റ്. അത് കൊറേ ഉണ്ട്, കൊറേ പീസ് ഉണ്ട് ഇതില്. ഓക്കേ, ഞാൻ തിന്നിട്ട് എന്തുണ്ടാക്കണ പാചകം ചെയ്യണ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് ആണ് ബാക്കിയുള്ളവർ കിട്ടുള്ളൂ. പ്രത്യേകിച്ച് നല്ല ടേസ്റ്റുള്ള സംഭവം ഇല്ല, ഞാനാണത് വേഗം നോക്കുക. ഇതാ ചക്കക്കുരു ബീഫ് കറി റെഡിയായി. അപ്പം നമ്മൾ